ഗൈസ് അങ്ങനെ ഞങ്ങൾ ഇന്നലെ രാത്രി വന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഞാൻ കുറച്ച് നേരം കഴിഞ്ഞത് ഉറങ്ങിയിട്ടാ അല്ലേ. പക്ഷെ ചിങ്കിടു രാവിലെ 5 മണി 5:30 5:30 വരെ ചിങ്കിടു ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ചിങ്കുടു വരെയും കളിയാണ്. പക്ഷെ ഉറക്കത്തിൽ അറിയുന്നുണ്ട്. അതായത് അമ്മൂമ്മൻ്റെ സൗണ്ടും ഇതൊക്കെ കേട്ടിട്ട് മൂപ്പിൽ ഉറങ്ങിയിട്ടേ ഇല്ല. രാവിലെ ഉറങ്ങുമ്പോട്ടാ. അപ്പോൾ ഇതൊരു 9:00 ആകുമ്പോൾ എണീറ്റു. ഇനിയിപ്പോൾ നെക്സ്റ്റ് പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, മേമൻ്റെ വീട്ടിലേക്ക് പോകണം അല്ലേ. മേമൻ്റെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഇവിടെ മേമൻ്റെ മുകളിൽ നിന്ന് അവർ ക്ലാസ്സിൽ പോയി. പിന്നെ ഹസ്ബൻഡ് ഉണ്ട്, പിന്നെ അവരുടെ അമ്മയുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ റെഡി ആവുക, നേരെ മേമൻ്റെ അവിടേക്ക് പോകാം. മേമൻ്റെ അവിടെ ഇവിടെ നിന്ന് ഏകദേശം ഒരു 30 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ മേമൻ്റെ അവിടേക്ക് പോയിട്ട് പിന്നെ അങ്ങനെ ഞങ്ങൾ തിരിച്ച് പാലക്കാട് തന്നെ പോകും. ഒരുപാട് സ്റ്റേ ചെയ്യുന്നുണ്ട്, കാരണം അവിടെ വീട്ടിലും മറ്റേ പൂച്ചക്കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ടല്ലോ നമുക്ക് ഒരുപാട് നിൽക്കാനും ഞങ്ങളും പറ്റില്ല. അപ്പം ചിങ്കിടു ഇതൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇവരില്ലേ വീടിപ്പോൾ സെറ്റാക്കിയത് കൊണ്ട് തന്നെ കട്ടിലും കാര്യങ്ങളൊന്നും കൊണ്ടുവന്നില്ലല്ലോ. ഒക്കെ ഇവര് സെറ്റ് ചെയ്തെടുക്കണുള്ളൂ. ഇവിടുത്തെ പ്ലേസ് അയ്യോ ഇന്നലെ രാത്രിയില്ലേ ഞാൻ വീട്ടിലൊന്നും പുതപ്പേ യൂസ് ചെയ്യാത്തതാണ്. മഴക്കാലത്ത് ഇറക്കും ഇവിടെ വന്നിട്ട് പുതപ്പ് പോയ അത്രയും തണുപ്പിലോ. നല്ല തണുപ്പ്. രാവിലെ പറയുമ്പോൾ ചൂട് വരും, രാത്രി നല്ല തണുപ്പാണ്. സത്യം കാണിച്ചു തരാട്ടാ. രാവിലെ എനിക്ക് ഇളനീരിട്ട് കണ്ടാ. ഇതാണ് ആളുടെ ഹസ്ബൻഡ്. ഇളനീരിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താ ഇവിടെ ഒരാള് ഫോട്ടോ എടുത്തോണ്ട് എന്നെ പിടിച്ച് നിൽക്കുക. ഇവിടെ ആവശ്യം അമ്മ എപ്പോഴും ഗിരിമമ്മൂണ് അവരെ അടിയാണ്. അതെ വെറും തമാശക്കിട്ടാ. ഏസ് അപ്പം ഇവിടെ താണ്ടാ വാ ഇങ്ങോട്ട് വാ. അതെ ഞാനല്ല ഇങ്ങോട്ട് പറഞ്ഞു പൈസ കിട്ടും. അതെ അതെ അമ്മൂമ്മൻ്റെ അടുത്ത് ഓരോന്നിൽ പറഞ്ഞു. അമ്മൂമ്മയ്ക്ക് അറിയില്ലല്ലോ. ഇറങ്ങിക്കോ സത്യം. ഏസ് അപ്പം ഇപ്പല്ലേ ഒന്ന് ചൂട് ഇറങ്ങി തുടങ്ങിയല്ലോ അവ. പക്ഷെ എന്നാലും ആ തണുപ്പ് വിട്ടില്ല ബോഡിയിൽ. അങ്ങനെ ഉണ്ട് അവ അവിടെ കാലി കുത്തണ്ട. ഏസ് ഇവിടെ രാവിലെ വെച്ച് വെള്ളമൊക്കെ നനച്ചിട്ടേ ഞാൻ ഇതണ്ടത് എൻ്റെ കാലടയാളമാണ് രാവിലത്തെ. ഇവിടെ മാക്സിമം നടക്കും. എല്ലാവർക്കും അറിയില്ല തമിഴ്നാട് പറയുമ്പോൾ ഏകദേശം ചില ഏരിയയിൽ ഇങ്ങനെ ആയിരിക്കും, ചില ഏരിയയിൽ വേറെ എങ്ങനെയെങ്കിലും ഒക്കെ ആയിരിക്കും. അതെ അപ്പം ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ വീടുകളൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആട്ടോ. നമ്മുടെ അവിടെ എന്ന് പറയുമ്പോൾ ഫുൾ സൺഷെയ്ഡ് കാര്യങ്ങളൊക്കെ വരും. ഇവിടെ അങ്ങനെയൊന്നുമില്ല. വിൻഡോ എവിടെ വരുന്ന അവിടെ മാത്രം സൺഷെയ്ഡും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ഇവരുടെ ഇത് കാണിച്ചു തരാട്ടോ സ്ഥലം. 30 ഏക്കർ ടോട്ടൽ. അതായത് 3 അവിടെയായിട്ട് 10 ഏക്കർ അങ്ങനെ എന്തോ ആണ് അവർ പറഞ്ഞത്, കറക്റ്റ് ഓർമ്മയില്ല കഴിച്ച്. അപ്പോൾ ഇവിടെ കണ്ടാ ആ ദൂരത്ത് നെല്ല്, പിന്നെ ഇതാ ഇവിടെ വന്നിട്ട് കടല, പിന്നെ ഇത് ചീര, പിന്നെ ഇത് അപ്പുറത്തെ ആൾക്കാരുടെ ചേട്ടാ. ഇതാണ് വീട് കണ്ടാ. ഒരു ഡിഫറെൻ്റ് ആണ്, നമ്മളുടെ അവിടുത്തെ പോലെയല്ല. കറക്റ്റ് സ്ക്വയർ. അതെ അതന്നെ ഞാൻ പറഞ്ഞത്. ഞങ്ങൾ എന്നിട്ട് വരുമ്പോഴാണ് ഒരു 2-3 അവിടെ മാത്രം നമ്മളുടെ അവിടുത്തെ പോലെ വീടുകൾ കണ്ടല്ലോ. അതെ ബാക്കി ഏകദേശം എല്ലാം അങ്ങനെയാണ്. പിന്നെ ഇവിടെ പ്ലേസ് അടിപൊളി പറഞ്ഞാൽ അടിപൊളി വരുന്നതാണ്ടാ. തൊട്ടന്നെയാണ് മലേൻ്റെ മേലെ ഒരു അമ്പലം കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇന്നലത്തെ ക്യാമ്പ് ഫയർ. അപ്പോഴേക്ക് ചിങ്കിടും നിൽക്കണില്ല. ലാസ്റ്റ് എന്നിട്ട് ഞങ്ങൾ ഉള്ളിൽ പോയില്ലോ. അപ്പോൾ ക്യാമ്പ് ഫയർ കേട്ടു ഗൈസ്. പിന്നെ അതായത് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ഞങ്ങൾക്ക് എന്താണ് അപ്പം തന്നെ പോകണമെന്നുള്ള ഇതിൽ ഞങ്ങൾ വിട്ടൂലേ. പക്ഷേ ഇപ്രാവശ്യം കുഴപ്പമില്ല, സമാധാനത്തിൽ വന്നു. അതെ ഇവിടെ കുറച്ച് പ്ലേസുകൾ കാണാണ്ട് വന്നു. പക്ഷെ എന്തായാലും ഇപ്പം നിന്നതിന് ടൈമാവും, കാരണം മേമനോടെയും പോയിട്ട് ഞങ്ങൾ തിരിച്ച് പാലക്കാട് എത്താനുള്ളൂ. പിന്നെ വേറൊരു ദിവസം വന്നിട്ട് നമുക്ക് ഇവിടുത്തെ പ്ലേസും കാര്യങ്ങളൊക്കെ ഒന്ന് എന്താണ് കാണാം ഗൈസ്. അപ്പോൾ ഇനിയിപ്പോൾ എന്താണ് ഒന്ന് ഫ്രഷ് ആവുക. വ്യത്യാസമുണ്ട്, ഡിഫറൻസ് ഉണ്ട്. അതെ പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ നമ്മുടെ അവിടുത്തെ പോലെ ഫുള്ള് മതിൽ കെട്ടിയിട്ട് സ്ഥലങ്ങളൊന്നും വേർതിരിവ് അറിയില്ല. അതിലൊരു ബോർഡർ മാത്രമേ വെക്കുള്ളൂ. ഒരു മതിൽ കെട്ടാൻ വരികയാണെന്നുണ്ടെങ്കിൽ എല്ലാ ചുറ്റിലുള്ള ആൾക്കാരൊക്കെ നിൽക്കും. അവർക്കൊരു സ്ഥലം ഉണ്ടെങ്കിലും എക്സ്ട്രാ വേണം. പക്ഷെ ഇവിടെ അതിലൊക്കെ ഒരു എന്താ പറയാ എന്താണ് ഒത്തൊരുമയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് കേട്ടാ വീടിൻ്റെ ഫ്രണ്ടേജ്. നമ്മുടെ നേരെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ രാവിലെ വെച്ച് കോലവും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അതാ അമ്മ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇത് ആള് കയറിയതും
അല്ല അമ്മൂമ്മ കിടക്കാൻ വേണ്ടി ഒരു കട്ടിലിട്ട് കൊടുത്തണ്ട. പൊതുവെ തമിഴ്നാട്ടിൽ ഇത് പുറത്തിട്ട് കിടക്കില്ല അമ്മൂമ്മ. അമ്മ ബിസിയാണ്. പിന്നെ ഇതവിടെ ഒരു ബെഡ്റൂം. പിന്നെ ബാത്റൂം പ്ലേസ്, ഇവിടുത്തെ ഡ്രസ്സിങ് ടേബിള്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു പ്ലേസ് ഡൈനിങ് തോന്നണം. പിന്നെ അതൊരു കിച്ചൺ. ഇതാണ് ആളുടെ അമ്മ. അപ്പോൾ ഇതാണ് വീടിട്ട. അതായത് അവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ അവിടെ. അവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. പിന്നെ അതായത് അവർ വാർക്കാൻ വേണ്ടിയിട്ട് സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഷീറ്റ് ഇട്ടിരിക്കുകയാണ്. പിന്നെ അത് വാർക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള എല്ലാ സെറ്റപ്പും ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെ. അപ്പോൾ എന്താണ് ഇനി ഇതിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള റൂമൊക്കെ എക്സ്ട്രാ വന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ അങ്ങനെ ഒരു പ്ലാനിങ്ങിലൊക്കെ തന്നെയാണ് അവർ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് വേഗം ഇറങ്ങാം. മേമൻ്റെയോടെയും പോയിട്ട് നേരെ പാലക്കാട് വിടാം ഗൈസ്. ചിങ്ങൂട് എന്തായാലും ഇനി എനിക്കില്ല. ചിങ്ങൂടിനെ എടുത്തങ്ങനെ വണ്ടി കിട്ടിക്കൊണ്ട് അങ്ങനെ പോകാനും വഴിയുള്ളൂ. ആളുടെ എന്താ പണിയെന്ന് അറിയുമോ? രാവിലെ എനിക്ക് ആൾ ഇളനീരൊക്കെ ഇട്ട് തന്നു. അതിനിട്ടിട്ട് വണ്ടിയിലെടുത്ത് തൂക്കുക. അതണ്ട കുലുങ്ങണ്ട. അതിനെ എടുത്തിട്ട് കുലുങ്ങണ്ട നോക്കിയാണ്. ഇതെന്ത് പ്ലാസ്റ്റിക്കാ? വിത്തിന് വെച്ചിരിക്കുന്ന കിളിങ്ങണ്ട. അതോ അവർ അതിന് വേണ്ടി വെച്ചിരിക്കുന്ന ഇളനീര് വെട്ടിയിട്ട് കുടിച്ചുകൊണ്ടിരിക്കണം. നല്ല തണുപ്പ്. ആ നല്ല ജില്ലുണ്ട്. ഇതാണ് ശരണ്യന്റെ ഹസ്ബൻഡ്. ഒരു ഹായ് ഹായ് പറയ്. ശരണ്യ കോളേജിൽ പോയില്ലേ? അത് മേമന്റെ ഫസ്റ്റത്തെ ആളുടെ പേരാണ് ശരണ്യ. ഉറങ്ങി എണിച്ചില്ലടി വിളിച്ചിട്ട് നോക്കിട്ട് പാത്തിട്ട് പോയിട്ട് വാ. 3 മാസം കുളിക്കാണ്ടിരിക്കാണ്. അതുകൊണ്ടാണ് ഇവിടെ ചെയ്യുന്നത്. കുളിക്കില്ല. അതാ രണ്ടാമത്തെ. ഇല്ല കുളിക്കില്ല. തണുത്താരാ കുളിക്കില്ല? ഞാൻ കുളിക്കില്ല. ഇനി വായിച്ച് വീടെത്തിയിട്ട് അല്ലേ? രാവിലെ അല്ല ഇന്നലെ കുളിച്ചിട്ട് വന്നതാണ്. ഞാൻ വയസ്സുകാരായാലും 3 നേരം. ഞാൻ വയസ്സനല്ലടി കളവനല്ലടി തങ്കമ്മേ. ആ പഴയ നീ അതാണ് നല്ല തണുപ്പ്. ഇങ്ങനെ എനിക്കൊന്നും കൊണ്ടുപോവാ. ഞങ്ങൾ കുടിക്കുന്നപ്പോഴേ മെല്ലെ ഫസ്റ്റ് തൊട്ടേ ചോദിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോണ്ടിരിക്കും. അമ്മ എന്താണ്? തക്കാളി സാധം. തക്കാളി ചോറ് അല്ലേ? അതിന് സോയാബീൻസ് ഒക്കെ ഇട്ടിട്ട് പൊന്നിയ റൈസ് തന്നെ തോന്നുന്നു അല്ലേ? പിന്നെ അച്ചാറും ഉരുളക്കിഴങ്ങ് ഉപ്പേരി പുഴുങ്ങി മുട്ടി. അവളുണ്ടാക്കിയതാണ് ശരണ്യ. അവൾ ഉണ്ടാക്കിയിട്ട് പോയില്ലേ ക്ലാസ്സിൽ പോയി. വച്ച് കഴിക്കില്ല. അതിനെ ചിങ്ങോട്ട് പണിയിട്ട് കഴിഞ്ഞാൽ പിന്നെ കൈ കഴുകി ഓടണ്ടേ. അതുകൊണ്ട് കഴിച്ചുട്ടാ മുട്ട തീറ്റി എന്താ അതാ മേലൊരു മുട്ട നിൽക്കണം. ഞങ്ങളങ്ങനെ മേമൻ്റെ അവിടെ എത്തിയിട്ടാ. ഇതാണ് മേമൻ്റെ വീട്. മൊത്തം ഒരു സ്ഥലമാട്ടാ. അവരുടെ കൃഷി കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇന്നലെ രാത്രി വന്നപ്പോൾ നല്ല തണുപ്പായിരുന്നു. ഇപ്പം നല്ല വെയിൽ. ചിങ്കുടിയും കൊണ്ട് വായിച്ച് ഉള്ളിൽ പോയി. അമ്മയും ഉള്ളിൽ പോയി. ഇനി കുറച്ച് നേരം ഒന്ന് ഇവിടെ നിന്നിട്ട് ഞങ്ങൾ നേരെ പാലക്കാട് പോട്ടാ. ഞങ്ങളോട് വന്നിട്ടില്ലേ ചായയും ചില്ലിയും പിന്നെ അതുപോലെ തന്നെ ബജ്ജിയും ഞങ്ങൾ കഴിച്ചു. കുറച്ച് റെസ്റ്റ് എടുത്തു. റെസ്റ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം അവിടെ ഞാൻ അത്യാവശ്യം ഉറങ്ങി. പിന്നെ അവർ വണ്ടിയിൽ ഉറങ്ങാലോ. പിന്നെ ഇതാ മെല്ലെ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. ഇപ്പോൾ ലാസ്റ്റ് അവർ മഞ്ഞൾ എന്തൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് അവർ തന്നെ മഞ്ഞൾ കൂടെ ഉണ്ടാക്കുന്നു. കൃഷിയാണ് ഒരു മെയിൻ. അപ്പോൾ അത് ചിന്തിക്കുന്ന ഉറപ്പ് വരുന്നു. അപ്പം മെല്ലെ എണീറ്റു പിന്നീട് നിലനിൽക്കുന്നു. ഇതാണ് മേമ. ഇതാണ് മേമ. ഇവിടെ ഫോട്ടോഷൂട്ടിലാണ് ഗൈസ്. അമ്മനെയും മക്കളിനെ മാറ്റി ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പോസൊക്കെ പറഞ്ഞു ഫോട്ടോ എടുക്കും. സ്മൈൽ പ്ലീസ്.